വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അരൂർ SHO ആയ പ്രതാപചന്ദ്രൻ്റെ പ്രതാപം പോകുമെന്നാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഉടനടി നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടി ഇതിൻ്റെ ഒപ്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. ഈ ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഷൈമോൾ കുട്ടികളെയും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ഭർത്താവിനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് ആ CI പ്രതാപചന്ദ്രൻ ആ സ്ത്രീയുടെ മുഖത്തിട്ടടിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ സ്ത്രീ ഒരു ഗർഭിണിയായിരുന്നു എന്നതുപോലും പരിഗണിക്കാതെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് CI ആയ പ്രതാപചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ ഒരു കൃത്യവിലോപം തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ CCTV ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തോളം ഈ സ്ത്രീക്ക് നിയമ പോരാട്ടം നടത്തേണ്ടതായിട്ട് വന്നു എന്നുള്ളതും അതിലും വലിയ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അതിക്രമിച്ച് കയറിയെന്നും CI ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കേസുകൾ, കള്ളക്കേസുകൾ ഈ സ്ത്രീക്കെതിരെ കൊടുക്കാനും പോലീസ് മറന്നിട്ടില്ല. തീർച്ചയായിട്ടും അതെല്ലാം ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീക്ക് ഈ ദൃശ്യങ്ങൾ കൊടുക്കാൻ ഉത്തരവിടുന്നതും ഈ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നതും ഈ ദൃശ്യങ്ങൾ ഇന്ന് കേരളക്കര മൊത്തം കാണുകയും അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടനടി ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് DGPക്ക് നിർദ്ദേശം നൽകുന്നതും നമ്മൾ കണ്ടു. വളരെ സാഹധാർഗമായ ഒരു നടപടി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും തീർച്ചയായിട്ടും CCTV നിർബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു സുരക്ഷ ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി പോയ നമ്മുടെ ഷൈമോൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനുണ്ട്. നമുക്കത് കേൾക്കാം. അതെ, ഒരു വർഷത്തിലേറെയായി ഞങ്ങൾ ഇതിനു വേണ്ടി നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു. ഇന്നാണ് ഞങ്ങൾക്കത് കിട്ടുന്നത്. നിയമ പോരാട്ടത്തിനൊടുവിൽ ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. ഞങ്ങളുടെ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് 2 പേരെ പോലീസ് മർദ്ദിച്ച് ജീപ്പിൽ കയറ്റുന്നതിൻ്റെ വീഡിയോ എടുത്തത് ചൊല്ലി ഹസ്ബൻഡിനെ പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി പോയപ്പോൾ ഞാൻ പിന്നാലെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ മർദ്ദിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നെഞ്ചത്ത് പിടിച്ച് എന്നെ ഒറ്റ തള്ളിയിട്ട് ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ എൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ഹസ്ബൻഡ് തലക്കിട്ടും അടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞ് കള്ളക്കേസുകളിട്ടു. സ്റ്റേഷൻ ഞാൻ ആക്രമിച്ചെന്നും അതെ സ്റ്റേഷനിൽ ആക്രമിച്ചെന്നും കുഞ്ഞുങ്ങളെ ഞാൻ ആ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞും CI സാറിന് ഞാൻ മാന്തി പരിക്കേൽപ്പിച്ചെന്നും അങ്ങനെ ഒരുപാട് കള്ളക്കേസുകൾ ഇട്ടിട്ട് ഇന്നും എനിക്കതിൻ്റെ കേസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് തെളിയിക്കാനായിട്ടുള്ള ഞാനോട് തെറ്റുകാരിയല്ല എന്നതിൻ്റെ ഏക തെളിവാണ് ദൈവത്തിൻ്റെ. നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു ആ CCTVയിലെല്ലാം ഉണ്ടെന്ന്. അന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് CCTVയിലുണ്ടെന്ന്. പക്ഷേ അവരത് തരാൻ തയ്യാറായിരുന്നില്ല. നിയമ പോരാട്ടത്തിനൊടുവിലാണ് എനിക്കത് കിട്ടുന്നത്. എങ്ങനെയാണ് നിയമ പോരാട്ടം? എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഇത് കയ്യിൽ വരുന്നത്? ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നമ്മൾ ജഡ്ജിന് ഞാൻ മൊഴി കൊടുത്തു. അതിനുശേഷമാണ് എനിക്കിത് കിട്ടുന്നത്. നമ്മൾ പറയുന്നത് നിങ്ങൾ കേട്ടു കാണും. റോഡിൻ്റെ സൈഡിൽ നിന്ന് 2 പേരെ മർദ്ദിച്ചുകൊണ്ട് പോലീസ് ജീപ്പിൽ പോലീസുകാർ കൊണ്ടുപോകുന്നത് ഷൂട്ട് ചെയ്തതിനാണ് ഇവരുടെ ഭർത്താവിനെ പോലീസ് അകാരണമായി പിടിച്ച് വണ്ടിയിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അത് എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി തൻ്റെ മക്കളെയും എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ഷൈമോൾ കാണുന്നത് സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ്. ഒരു ഭാര്യക്കും അത് സഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് ചോദ്യം ചെയ്ത ഭാര്യയെ നെഞ്ചിന് പിടിച്ച് തള്ളുന്നതും അതുപോലെ തന്നെ ചെകിട്ടക്കുറ്റിക്കിട്ട് അടിക്കുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു സ്ത്രീ അതിക്രമിച്ച സ്റ്റേഷനിൽ കയറി പോയാൽ തന്നെ തീർച്ചയായിട്ടും അവിടെ വനിതാ ഉദ്യോഗസ്ഥർ സൈഡിൽ നിൽക്കുന്നത് തന്നെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അവരാണ് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു മേലുദ്യോഗസ്ഥനായ ഇദ്ദേഹം, ഒരു പുരുഷനായ ഇദ്ദേഹം യാതൊരു കാരണവശാലും ആ സ്ത്രീയുടെ ദേഹത്ത് സ്പർശിക്കാനോ അവരെ മർദ്ദിക്കാനോ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വലിയ ഒരു കൃത്യവിലോപം തന്നെ ആ CIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ വേണ്ടി DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏതായാലും ഉടനടി നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും സാഹധാർമ്മമായ നടപടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും മുഖച്ഛായ നിശ്ചയിക്കുന്നത് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. കാരണം
ഈ പോലീസുകാരാണ് നമ്മുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനുമെല്ലാം സംരക്ഷണം നൽകേണ്ട ആൾക്കാർ എന്ന് പറയുന്നത്. ഈ പോലീസുകാർ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്ന സാധാരണ ജനങ്ങളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് അവർ നമുക്ക് തിരിച്ചു നൽകുന്നത് എങ്കിൽ എന്ത് സംരക്ഷണമാണ് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കിട്ടുക എന്ന് തീർച്ചയായിട്ടും പൊതുമൈത്രി പോലീസൊക്കെ നമ്മൾ പറയുമായിരിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പല ആൾക്കാർക്കും, സ്ത്രീകൾക്കടക്കം പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. തീർച്ചയായിട്ടും അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV നിർബന്ധമാണ്, എല്ലാം റെക്കോർഡറാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് നിയമ പോരാട്ടം നടത്തി കഴിഞ്ഞാൽ ഇതുപോലെ അവിടെ നടക്കുന്ന ദൃശ്യങ്ങൾ കിട്ടുകയും അത് നമുക്ക് പൊതുസമൂഹത്തിലേക്ക് വാർത്തയാക്കാനും അതുപോലെ തന്നെ അതിനെക്കൊണ്ട് നടപടി എടുപ്പിക്കാനും നമുക്ക് സാധിക്കുമെന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ശ്രദ്ധയിലേക്ക് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുകയാണ്. ഇനി എന്താണ് അവിടെ സംഭവിച്ചത്, എന്തിനാണ് ആ സ്ത്രീയെ തല്ലിയത് എന്നതിനെക്കുറിച്ച് CI പ്രതാപചന്ദ്രൻ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ഇന്ന സമയത്തെ താങ്കൾ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് അവരെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്യുന്നത് കൃത്യമല്ല, വ്യക്തമാവുന്നില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ ഇത്രയും അതിക്രമം കാണിച്ച് തള്ളി തുറന്ന് നമ്മളെ തള്ളി അറിയില്ല. എന്നെ തള്ളുന്ന ദൃശ്യം അതിനകത്തുണ്ട്, എന്നെ തള്ളി അറിയുന്നതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ. അത് ഗർഭിണിയായ ഒരു സ്ത്രീയാണ്, 2 കുഞ്ഞുങ്ങൾ. ഞങ്ങൾക്ക് അറിയാം ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഒരു സ്ത്രീയാണ്, വനിതാ പോലീസുകാർ അവിടെ ഉണ്ടല്ലോ. വനിതാ പോലീസ് പിടിച്ച് നിൽക്കുന്നില്ല. എൻ്റെ വനിതാ പോലീസ് ഒരു യൂട്രസ് റിമൂവർ ലേഡിയാണ്. അവർ നല്ല അവശരായി പോയി. ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി എറിയാണ്. ആ സമയത്ത് നമ്മൾ അവരെ രക്ഷിക്കാന്നല്ല, ഒരു പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതല്ല ചെയ്യേണ്ടത്. അവരുടെ അടുത്ത് നമുക്ക് എന്ത് ദേഷ്യമുള്ളത്, എന്ത് വിരോധമുള്ളത്? ഒരു വിരോധമില്ല. ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉള്ളതല്ലല്ലോ. അവർ ഇത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവർ തള്ളി തുറന്നല്ല, അവരല്ലേ തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം സ്റ്റേഷനകത്ത് വന്ന് കയറി ഇത്ര അതിക്രമം കാണിക്കാമെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ അതിക്രമം കാണിച്ചവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മറ്റ് നടപടികൾ ഉണ്ടാവില്ലേ? ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ, ഇതൊന്നും പ്രിപ്പയർഡ് അല്ലല്ലോ. അവർ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പിന്നെ അതിക്രമം കാണിച്ച് കയറി വന്നപ്പോൾ പറ്റി ഇതല്ലേ. അല്ല, അവരടിക്കാൻ ആർക്കും ഉദ്ദേശമുള്ളത്, സ്ത്രീ അടിക്കാൻ ആർക്കും ആഗ്രഹമുള്ളത്? അങ്ങനെ ആർക്കും താല്പര്യമുണ്ടോ? അപ്പോൾ പ്രതാപചന്ദ്രൻ്റെ പ്രതാപം ഏതായാലും പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നടപടി ഉടനടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് തരികയാണ്. തീർച്ചയായിട്ടും ഏതാനും ദിവസങ്ങൾക്കകം നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. പ്രതാപചന്ദ്രൻ പറയുന്നത് ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറി വന്നിട്ട് ഉന്തി തള്ളിയാൽ ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്നുള്ള ആക്രോശത്തിൻ്റെ പേരിൽ അടിച്ചു പോയതാണ്, അല്ലാതെ ആ സ്ത്രീയെ കരുതിക്കൂട്ടി അടിക്കുക എന്ന ഉദ്ദേശം എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം തന്നെയാണ് അടിയിലേക്ക് പോയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലാതെ ആ സ്ത്രീയുമായിട്ട് മുൻപരിചയമൊന്നും തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനില്ല എന്ന കാര്യവും സത്യമാണ്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് അവരെ ആക്രമിക്കാനോ അവരെ മുഖത്തടിക്കാനോ ഉള്ള പെർമിഷൻ നമ്മുടെ നിയമ സംവിധാനത്തിൽ എവിടെയും ആരും കൊടുക്കുന്നില്ല. അന്ന് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു മാറ്റാനും അതുപോലെ തന്നെ അവരെ കൈകാര്യം ചെയ്യാനുമുള്ള വനിതാ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അവർക്കാണ് അതിനുള്ള പെർമിഷൻ. തീർച്ചയായിട്ടും അതും അടിക്കാനുള്ള ഒരു പെർമിഷനും നിയമം സംവിധാനം നമുക്ക് നൽകുന്നില്ല. അത്തരത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ അന്ന് കൈകാര്യം ചെയ്തത് തീർച്ചയായിട്ടും തെറ്റായ ഒരു നടപടിയാണ് എന്ന് പ്രതാപചന്ദ്രൻ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. അദ്ദേഹത്തിൻ്റെ നടപടി തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സ്ത്രീയുടെ ഭാഗത്താണ് ന്യായം എന്ന കാര്യം തീർച്ചയായിട്ടും ഇപ്പോൾ പച്ച വെളിച്ചം പോലെ വെളിച്ചത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സംഭവം ഉണ്ടായതിനു ശേഷം വളരെ മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾ തനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നാണ് ആ സ്ത്രീ പറയുന്നത്. കാരണം ആ സ്ത്രീക്കെതിരെ സ്റ്റേഷൻ അതിക്രമിച്ചതിനെതിരെയും പോലീസിനെ നുള്ളിപ്പരിക്കേൽപ്പിച്ചതിനെയും പോലീസിനെ മാന്തി പരിക്കേൽപ്പിച്ചതിനെതിരെയും എല്ലാം തന്നെ ഒരുപാട് കള്ളക്കേസുകൾ പോലീസ് ഇട്ട് ഇപ്പോഴും അത് ക്യാൻസലാക്കിയിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാനസിക സംഘർഷത്തിലായിരുന്നു ആ സ്ത്രീ. എന്നാൽ ഉടനടി നിയമ നടപടി എടുത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ഒരു വിധിപ്രകാരം തീർച്ചയായിട്ടും ആ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആ സ്ത്രീക്ക് ലഭിക്കുകയാണ്. ആ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ സമൂഹ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് ആ സ്ത്രീക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് നീതി നടപ്പാക്കുകയാണ്. ഇങ്ങനെ തന്നെയായിരിക്കണം. ഏതൊരു സർക്കാരും ഇരകൾക്കൊപ്പരം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സർക്കാരിൽ ഇത്തരം ആൾക്കാർക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നീതി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.